ഞങ്ങളൊരു കളക്ഷൻ ഒരു നോട്ടീസ് കൊടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ വേറെ എന്താണ് ഒരു നല്ല പ്രവൃത്തി എന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആശയമാണ് ഈ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ചാരിറ്റി. അപ്പോൾ ആദ്യം ഞങ്ങളുടെ മനസ്സിൽ വെച്ച കിടപ്പ് രോഗികളായിട്ടുള്ള അത് തീരെ അവസ്ഥയായിട്ടുള്ള മക്കള് ഇല്ലാത്ത മക്കളുണ്ടായിട്ട് നോക്കാത്ത അല്ലെങ്കിൽ വീടില്ലാത്തത് അങ്ങനത്തെ ഞങ്ങള് ഏകദേശം ഒരു 100-100 ചില അപേക്ഷകൾ നമുക്ക് വരും. അതിനകത്ത് 21 പേർക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ 21 പേർക്കും നമ്മൾ ഈ ഉത്സവ ആഘോഷം തുടങ്ങുന്നതിന് മുമ്പേ 21 പേർക്ക് അമ്മമാർക്ക് കൊടുക്കാനുള്ള സംഭവം ഏറ്റവും ആദ്യം കിട്ടും ഇവിടെ. തുടങ്ങിയത് 1500 രൂപയെന്ന് തോന്നുന്നു ഒരു സെറ്റ് കൊണ്ടും. അന്നൊരു സെറ്റ് കൊണ്ടിന് 500 രൂപയുള്ളൂ. ഇപ്പൊ അത് 3000 രൂപയും ഒരു 700 രൂപ സെറ്റ് കൊണ്ടും കൊടുക്കണം. അപ്പൊ അതാണ് ഏറ്റവും ആദ്യം തുടങ്ങിയത്. പിന്നെ പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ, സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ സഹായം, അതും ഇപ്പോഴും ഇത്ര വർഷമായിട്ട് അത് കൊടുക്കണം. പിന്നെ ഒരു നിർധനരായിട്ടുള്ള വീടില്ലാത്തതും അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇല്ലാത്തതും ഉണ്ടായിട്ട് അവരെ കൊണ്ട് സാധിക്കാത്തതുമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. അതിനകത്ത് ഈ വർഷം വന്നത് ഇതിപ്പോൾ 8ാമത്തെയാണ് കേട്ടോ. 7 കല്യാണം ഞങ്ങൾ കഴിച്ചു കൊടുത്തു. അവരൊക്കെ സുഖമായിട്ട് മക്കളൊക്കെ ആയിട്ട് വന്നു. ഇപ്പം ഈ ചൊവ്വാഴ്ച ഇവിടെ വരും. നിങ്ങൾ വന്നാൽ അറിയാൻ പറ്റും. അവരൊക്കെ വന്ന് ഇവിടെ തൊഴുതിട്ട് പോകും. ഇതിപ്പോൾ 8ാമത്തെയാണ്. 3 അപേക്ഷ വന്നു ഈ പ്രാവശ്യം. അതിനകത്ത് 2 പേര് അർഹരല്ലാന്ന് നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ പൊയ്ക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ആ കുട്ടി. ആ പയ്യൻ എയർപോർട്ടിൽ ഒരു ജീവനക്കാരനാണ്. അപ്പോൾ അതിനകത്തേക്ക് മാത്രം സഹായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിനകത്തേക്ക് മാത്രം സഹായിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പടക്കം പൊട്ടിക്കാനോ അല്ലെങ്കിൽ വഴിപാട് ചെയ്യാനൊക്കെ ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ ഒരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ അമ്പലം ഇത്രയും ഉയരാൻ കാരണം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര ഉയരാൻ കാരണം ഈ ഒരു 2006 തുടങ്ങിയിട്ടുള്ള ഈ ഒരു ചാരിറ്റി മാത്രമാണ്. അതിനകത്ത് ഇങ്ങനൊരു കല്യാണം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരാളും മിണ്ടൂല. ആ സഹായിക്കാൻ പറ്റാത്ത സംഭവം തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും വലുത്. പിന്നെ അന്നദാനം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു നമ്മൾ വീട്ടിൽ പോയി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിപരമായിട്ടുള്ളതൊന്നുമില്ല. അത് ഈ ക്ഷേത്രത്തിൽ ഒന്നുമില്ല. എല്ലാവരും വരും. അതായത് ഇവിടെ അതാണ് വേണ്ടത്. നാട്ടിലെല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ തന്നെ 98 പറ കഴിഞ്ഞ ഉത്സവത്തിന് 98 പറ എന്ന് പറഞ്ഞാൽ ഏകദേശത്തിന് 1000 കിലോയിലെ 98 പറ ഒരു നേരം ഉച്ചയ്ക്ക്. അതായത് ആ മകരച്ചവയുടെ അന്ന് 98 പറ അരിയാണ് വെച്ചത് ഒറ്റ നേരം. ഈ പ്രാവശ്യം അതിലൊക്കെ കൂടുന്നു വിചാരിക്കണം. അത് ഇവിടെയുള്ള, ഞാൻ പറഞ്ഞു, ഇവിടെ ജാതി മതം ഇതൊന്നുമില്ല. ഇവിടെയുള്ള സകല ആളുകളും ഞങ്ങളുടെ സുഹൃത്തുക്കൾ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ പുറത്തേക്ക് ഒരു പിരിവില്ല എന്നുള്ളതാണ് വേറൊരു സംഭവം. ഈ ടൗണിലുള്ള സർവ്വ പിരിക്കാൻ പോണ്ട ഈ ടൗണിൽ പിരിക്കും. പോണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സംഭവം അറിയിക്കണമല്ലോ. നോട്ടീസ് കൊടുത്തിട്ട്